ഇന്ത്യ പോലെ മുതലാളിത്ത ചൂഷണ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ, ബംഗാളിലും ത്രിപുരയിലും ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റുകൾ, ഈ ഗവൺമെന്റ് വരുന്നതിന് തന്നെ വലിയ തടസ്സമാണ്. കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ നമുക്കെതിരാണ്. എതിരാളികൾ എത്ര കോടി രൂപയാണ് ഇപ്പം കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ അസംബ്ലിയിൽ ചെലവാക്കിയ തുകയെക്കുറിച്ചുള്ള കണക്കുകൾ നമുക്ക് പലർക്കും അറിയാം, എത്ര കോടികളാണെന്നുള്ളത്. UDF-ന്റെ ഭാഗമായി മത്സരിക്കുന്ന ഘടക പാർട്ടികൾക്കും കോൺഗ്രസ് വലിയ ഫണ്ട് കൊടുക്കുന്നുണ്ട്. തുക കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോ തമിഴ്നാട് പോലുള്ള സ്ഥലത്ത് സംഖ്യ കേട്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ 20 കോടി രൂപയാണ് ചിലവാക്കുന്നത്, ഒരു അസംബ്ലി മണ്ഡലം. അപ്പൊ ഈ നിലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളത് കൊണ്ട് ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുകൾ വരിക, ഇന്നത്തെ സാഹചര്യത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ കാര്യമാണ്. കാര്യം മാധ്യമങ്ങളെ വാടകയ്ക്കെടുത്തും പണം ചെലവിട്ടും ഇത്തരം സാഹചര്യത്തിൽ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന പ്രതിബന്ധത്തെ മറികടക്കാനുള്ള മറുമരുന്ന് നമ്മൾ കണ്ടെത്തണം. അത് ജനകീയ ശക്തികളാണ്. ജനങ്ങളുമായിട്ട് മുറിഞ്ഞു പോകാത്ത ബന്ധം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉണ്ടാവണം. അത് ചില സ്ഥലത്ത് ദുർബലപ്പെടുന്നില്ലേ, മുറിഞ്ഞു പോകുന്നില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ ചില തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മുടെ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായി നമുക്ക് തിരിച്ചടി ഉണ്ടാവുമ്പോൾ എന്താണ് അതിന് കാരണം? യഥാർത്ഥത്തിലുള്ള നമ്മുടെ ചില പോരായ്മകൾ അതിലുണ്ടോ? നമ്മുടെ പോരായ്മകൾ എന്ന തരത്തിൽ കെട്ടിച്ചമച്ച് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു പോയതിൻ്റെ പ്രശ്നമുണ്ടോ? ഇത് ഓരോന്നും നമ്മൾ പരിശോധിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കണം. നമ്മുടെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വമാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാന തത്വമല്ല, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വമാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആ മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സ്വയം മാറാനും സ്വയം നവീകരിക്കാനും തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിനും കഴിയേണ്ടതുണ്ട്. അതിന് കഴിയാത്തിടത്തോളം കാലം നമുക്ക് പ്രയാസങ്ങളുണ്ടാവും, പ്രതിബന്ധങ്ങളുണ്ടാവും. ഇത്തരം പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി, സ്വയം നവീകരണ ശേഷി നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. അത് ആർക്കെങ്കിലും ഒരാൾക്കായിട്ട് ആർജിക്കാൻ കഴിയില്ല. ഇപ്പൊ EMS എന്ന് പറയുന്ന നേതാവിന് ഇത്തരം കാര്യങ്ങളിൽ വളരെ വലിയ സംഭാവന അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട്, വായന കൊണ്ട്, പഠനം കൊണ്ട്, ചിന്ത കൊണ്ട്, ഈ ചിന്താശേഷി നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം EMS ആ മേഖലയിൽ നൽകിയ സംഭാവനയെ കുറിച്ചൊന്ന് ഞാൻ പറയാം. നിലനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥയ്ക്കുള്ളിൽ ആ വ്യവസ്ഥയുമായി എൻഗേജ് ചെയ്തുകൊണ്ട്, ആ വ്യവസ്ഥയുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട്, ആ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവും ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലും പ്രവർത്തനവും, അത് ഡയലക്റ്റിക്സ് ആണ്. അത് ഡയലക്റ്റിക്സിന്റെ പ്രയോഗമാണ്. അത് EMS വളരെ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന EMS-ൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഭരണവും സമരവും എന്നുള്ള ആശയം അത് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ജനകീയ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഭരിക്കണം. പക്ഷെ ഭരണം കൊണ്ട് മാത്രം ജനകീയ താല്പര്യമെല്ലാം സംരക്ഷിക്കാൻ കഴിയില്ല. ഭരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് സമരങ്ങളിലൂടെ നമ്മൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സമരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനും കഴിയും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു 57-ലെ ഗവൺമെന്റ്. 67-ലെ ഗവൺമെന്റ് 69-ൽ അവസാനം പാസ്സാക്കിയ നിയമങ്ങളിലൊന്ന് അതാണ്. എന്നാൽ അത് നടപ്പാക്കുന്നതിന് കുറുമുന്നണി ഗവൺമെന്റ് വന്നതോടുകൂടി തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അതിൽ AKG മുൻനിരയിലുണ്ടായിരുന്നു. മിച്ചഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. അപ്പൊ ഭരണത്തെയും സമരത്തെയും വൈരുദ്ധ്യാത്മകമായി സമന്വയിപ്പിക്കുക പോലെയുള്ള ആശയങ്ങൾ EMS മാർക്സിസം സൂക്ഷ്മമായി പഠിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ, സ്വന്തം പ്രായോഗിക അനുഭവത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ EMS ആവിഷ്കരിക്കുകയുണ്ടായി.
മുതലാളിത്ത ചൂഷണ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റുകളിൽ ചുമതല ഏറ്റെടുക്കാം എന്ന ആശയം പുതുക്കിയ പാർട്ടി പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചത് EMSന്റെ മുൻകൈയിലാണ്. ഇത്രയും കാര്യമാണ് ഈ അടിസ്ഥാന സ്വഭാവമുള്ള ഈ ഒരു ചോദ്യത്തെ മുൻനിർത്തി പ്രതികരണമായിട്ട് ഞാൻ അറിയിക്കുന്നത്.